ശരി, ശ്രീ തോബിയാസ്, ഇന്നലെ വൈകുന്നേരം ഞാൻ വാർത്ത വായിക്കുന്നതിനിടയിലാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തോബിയാസും ഞാനുമായി ഓണെയറിൽ സംസാരിക്കുകയും ചെയ്തു. ഇത് നോക്കൂ, ആ സമയത്ത് ഉഷ മാധ്യമങ്ങളെ കാണുന്നു. അവർ പറയുന്ന ഓരോ വാക്കും ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് കൂടി വലിയ ബുദ്ധിമുട്ടോടുകൂടിയാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. 45 വയസ്സുള്ള ഒരു സ്ത്രീ, അവർക്ക് വളരെ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും, മൂത്രമൊഴിക്കാൻ കഴിയാത്ത വേദന, പാമ്പേഴ്സ് ഇട്ടുകൊണ്ട് പുറത്തേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യം, ഇതൊക്കെയാണ് ആ സ്ത്രീ പങ്കുവെച്ചത്. ആ വാക്കുകളെല്ലാം കേട്ട കേരളത്തിന് മുന്നിൽ നിന്നാണ് ഇന്ന് ആരോഗ്യവകുപ്പിലെ ഒരു പ്രധാനപ്പെട്ട ഡോക്ടർ, ഏറ്റവും സീനിയോറിറ്റി ഉണ്ടായിരുന്ന ഒരു ഡോക്ടർ, പ്രൈവറ്റ് മേഖലയും അതുപോലെ തന്നെ പൊതുജനാരോഗ്യ മേഖലയും താരതമ്യം ചെയ്ത് പരിമിതികളെക്കുറിച്ച് എണ്ണിപ്പറയുന്നത്. 5 വർഷമല്ല 50 വർഷം ഇരുന്നാലും ഒരു കുഴപ്പവുമില്ലെന്ന് പറയുന്നത് പരിഹാസമല്ലാതെ മറ്റെന്താണ്? നാട്ടുകാരോടുള്ള കൊഞ്ഞനം കുത്തലല്ലാതെ മറ്റെന്താണ്? ശ്രീ തോബിയാസ്, കേൾക്കാമോ? ആതുര സേവന മേഖലയ്ക്ക് കേൾക്കാം. ആതുര സേവന മേഖലകളിൽ കാരുണ്യത്തിൻ്റെ വക്താക്കളാകേണ്ട, മാലാഹമാരാകേണ്ട ഡോക്ടർമാർ, നഴ്സുമാരടക്കമുള്ളവർ, ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, അവരെ എല്ലാവരെയും സമൂഹം കാണുന്നത് മാലാഹമാരായിട്ടാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിന് അപമാനകരമായി നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യരംഗം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു സാധാരണ പാവപ്പെട്ട തൊഴിലുറപ്പ് മേഖലയിൽ പണിയെടുക്കുന്ന ഒരു വീട്ടമ്മ, ആ വീട്ടമ്മയ്ക്ക് 2021 യൂട്രസിൽ ചെറിയ മുഴയുണ്ടാകുന്നു. ആ മുഴ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് ചെല്ലുന്നു. ആ മുഴ റിമൂവ് ചെയ്തതിന് ശേഷം അവർ കലശലായി വർഷങ്ങളായി അനുഭവിക്കുന്ന വയറുവേദന, അതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരുടെ വീടുകൾ കയറി ഇറങ്ങുമ്പോൾ മൂത്രത്തിൽ കല്ലിന് ചികിത്സ, ഉദരരോഗത്തിന് ചികിത്സ, ചെറിയ മരുന്നുകൾ കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഉണ്ടായത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം 5 വർഷക്കാലം പിന്നിടേണ്ടി വന്നു ആ രോഗവിവരം എന്തെന്ന് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ ഡോക്ടർമാർക്ക് സ്ഥിരീകരിക്കുവാൻ 5 വർഷക്കാലം വേണ്ടി വന്നു. കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴയിൽ റിട്ടയർ ഉദ്യോഗസ്ഥനായിട്ടുള്ള നാസർ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ പോയി ഒരു എക്സ്റേയും സ്കാൻ റിപ്പോർട്ടും ആലപ്പുഴ ശങ്കർ ലാബിൽ പോയി എടുത്തുകൊണ്ട് വരാൻ പറയുന്നു. അവിടെ പോയി എടുത്തു കഴിഞ്ഞപ്പോൾ അറിയാൻ കഴിഞ്ഞത് 10 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഓപ്പറേഷൻ കത്രിക ആ സ്ത്രീയുടെ ശരീരത്തിൽ കുടുങ്ങിക്കിടക്കുന്നു, വയറിൽ കുടുങ്ങിക്കിടക്കുന്നു. നമ്മൾ ആലോചിക്കണ്ടേ, കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ പോക്കങ്ങോട്ടാണ് ആലോചിക്കണ്ടേ. അവിടെയാണ് നമ്മുടെ ഡോക്ടർ പറയുന്നത്, ഒരാളുടെ വയറിനുള്ളിൽ ഒരു കത്രിക 1 വർഷമല്ല 50 വർഷം കിടന്നാലും ഒരു കുഴപ്പവുമില്ല. ഇതെവിടെയാണ് സിസ്റ്റത്തിന് തകരാറ്? കത്രികയ്ക്ക് തുരുമ്പെടുക്കില്ലെന്നായിരിക്കും ഉദ്ദേശിച്ചത്, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത്, എവിടെയാണ് ഈ സിസ്റ്റത്തിന് തകരാറ്? ഭരണകർത്താക്കളുടെ ഇടയിലാണോ? മന്ത്രിതലത്തിലാണോ? ഡോക്ടർമാരെയും ഉദ്യോഗസ്ഥന്മാരെയും അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് നിയന്ത്രിച്ച് നിർത്തേണ്ട ഭരണകൂടങ്ങൾ ഉത്തഴിച്ചു വിട്ടിരിക്കുന്നു. ഉദ്യോഗസ്ഥന്മാർക്ക് യഥേഷ്ടം അവരുടെ വ്യവഹാര മേഖലയിൽ വ്യവഹരിക്കുവാനായിട്ടുള്ള മേഖലകളായി ആരോഗ്യരംഗത്തെ കയറൂരി വിട്ടിരിക്കുന്നു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് അവരോട് പറയുന്നു, നാസർ ഡോക്ടർ പറയുന്നു, ഇതാരും അറിയണ്ട, ഈ പ്രശ്നം നിസ്സാരമാണ്, ഈ പ്രശ്നത്തിന് ഒരു ചെറിയ കത്രികയല്ലേ, നമുക്ക് നിസ്സാര ഒരു ഓപ്പറേഷൻ കൊണ്ട് നമുക്ക് ഇത് മാറ്റിയെടുക്കാം, പക്ഷേ പുറം ലോകം അറിയരുത്, നമുക്കിത് പാച്ചപ്പ് ചെയ്യാം എന്ന് പറയുന്നു. അത് വിളിച്ചു പറയുന്ന അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോടാണ് പറയുന്നത്. 2 ഡോക്ടർമാർ നിങ്ങളെ കാത്തിരിക്കും ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ. നിങ്ങൾ ചെല്ലുമ്പോൾ അവർ നിങ്ങളെ പരിചരിക്കും, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. പക്ഷേ ഈ പ്രശ്നങ്ങൾ ഒരാൾ ചോദിച്ചാലും മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടിയില്ല എന്ന നിലവിളിയോട് കൂടി പറഞ്ഞ ഒരു ശബ്ദം, അതും ഞാൻ ഓണറിൽ വാർത്ത വായിക്കുന്ന സമയത്ത് തന്നെയാണ് കേട്ടത്. നായയെ നോക്കുന്നത് പോലെയാണ് നോക്കുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ ഈ പറയുന്ന കൃത്യനിർവഹണത്തിലെ വീഴ്ച കൃത്യമായി ബോധ്യപ്പെട്ടപ്പോൾ 2 ഡോക്ടർമാർ പാറാവ് പോവുകയാണ് ഈ പ്രക്രിയകളിൽ മുഴുവൻ എന്നത് എത്രത്തോളം പേടിച്ചിട്ടുണ്ട് ആ വാർത്ത പുറത്തു വരാതിരിക്കാനുള്ള ജാഗ്രതയ്ക്ക് പിന്നിൽ എന്നുള്ളത് കൂടി മനസ്സിലാക്കിയാണ്. Debate with Smriti Parithikar.